എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ചെറുനാരങ്ങയുടെ നീരെടുത്തതിന് ശേഷം അതിൻ്റെ തോല് കളയാണ് ചെയ്യാറ്. ഇനി അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ ആ ചെറുനാരങ്ങയുടെ തോല് വെച്ചിട്ട് അച്ചാർ റെഡിയാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതിന് മുന്നേ ഞാൻ വേറൊരു നാരങ്ങയുടെ അച്ചാർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി അച്ചാർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറുനാരങ്ങ നീരെടുക്കാനായിട്ട് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ തോല് ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അത് കംപ്ലീറ്റ് നമ്മൾ കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പരസായിരിക്കും നമ്മുടെ ഈ അച്ചാറിന്. അതേപോലെ നമ്മൾ നാരങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് നല്ല പഴുത്ത നാരങ്ങ നോക്കിയിട്ട് എടുക്കുക. നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ നോക്കി എടുക്കുക. അതാകുമ്പോൾ അധികം കയ്പ്പരസം ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് കുരു റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തോലാണ്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര പീസാക്കി കട്ട് ചെയ്യണോ അതേപോലെ കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ ഒരു ചില്ലിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ തോലിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുപ്പി ഇതിൻ്റെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കി വയ്ക്കാം. അപ്പോൾ അതാ ഞാനിവിടെ കുലുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അച്ചാറിന് ഇടാൻ പാകത്തിനുള്ള കുറച്ചധികം ഇതേപോലെ നാരങ്ങയുടെ തോലാകുമ്പോൾ നമുക്കിത് അച്ചാറാക്കി വെക്കാം. അപ്പോൾ നിങ്ങളെപ്പോഴൊക്കെ ഇതേപോലെ നാരങ്ങ ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ തോല് ബാക്കി വരുന്നു, അപ്പോഴെല്ലാം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കുക. കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതേപോലെ വയ്ക്കാൻ മറക്കരുത്. എന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ അടച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ഇത് ഒരു തവണ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ പുറത്ത് നമ്മൾ അടുക്കളയിൽ അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ഇത് ഒരു തവണ അത് നന്നായിട്ടൊന്ന് കുലുക്കി വയ്ക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്കിതൊന്ന് അച്ചാറാക്കി എടുക്കാം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുന്നേ കുറച്ച് നാരങ്ങ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നാരങ്ങയുടെ തോല്. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഉപ്പൊക്കെ പിടിച്ച് നമ്മുടെ ചെറുനാരങ്ങയുടെ തോലൊക്കെ നന്നായിട്ട് അലന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അച്ചാറാക്കാനുള്ള പാകമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഞാൻ പക്ഷേ ഇതിൽ ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്, അതിപ്പോഴല്ല. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തുടം വെളുത്തുള്ളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 5-6 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയുടെ തോലിൽ ഉപ്പിട്ടിട്ടാണല്ലോ വെച്ചിരുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആയി പോകരുത്, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന നമ്മുടെ ചെറുനാരങ്ങയുടെ തോല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു നുള്ള് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉലുവയുടെ പൊടിയുടെ അളവ് കൂടേണ്ട, അല്ലെങ്കിൽ ഭയങ്കര കൈപ്രസായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വിനാഗിരിയുടെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. ഇത് ചൂടാറിയ ശേഷം നമുക്ക് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ഒരു കുപ്പിയിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഇതിനകത്തേക്ക് ഇനി പുളിയൊക്കെ ഒന്ന് പിടിച്ച് വന്നാൽ മതി.
ചെറുനാരങ്ങയുടെ തോലിൽ ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെറുനാരങ്ങയുടെ തോല് കളയാതെ ഇതേപോലെ എടുത്ത് വെച്ചിട്ടൊന്ന് അച്ചാറിട്ട് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്